നമസ്കാരം ശങ്കറെ, എന്താ വർത്തമാനം? സുഖല്ലേ എല്ലാവർക്കും? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണല്ലോ ഇപ്പൊ കേരളത്തില് മൊത്തം ചാനലും ചർച്ചകൾ നടക്കണേ. കേരളത്തിനെ ബാധിക്കണ അല്ലെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാധാ ജീവിത നിലവാരത്തിനെ സംബന്ധിച്ച് ബാധിക്കണ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യാണ്ട് എന്തെങ്കിലും ഈ ഇലക്ഷനിൽ ചർച്ച ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അതൊക്കെ പോട്ടെ, ഈ ഈ വാണിബും പെണ്ണും കേസും കുറച്ചൊക്കെ അല്ലാതെ മറ്റ് വലിയ വലിയ ഇഷ്യൂകൾ കേരളത്തിൽ ഇതിനിടക്ക് ഇപ്പൊ ഈ PMC സംബന്ധിച്ചാണെങ്കിലും പിന്നെ നാഷണൽ ഹൈവേ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോ പിന്നെ ശബരിമല സ്വർണ്ണ കള്ളക്കടത്തിന്റെ പേരിലാണെങ്കിലും സ്വർണ്ണ കവർച്ചന്റെ പേരിലാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയിപ്പോ ഹൈക്കോടതിയല്ല ഒരു കോടതി പറഞ്ഞില്ലെങ്കിലും ഇവരാരും അറസ്റ്റ് ചെയ്യാൻ പോവില്ല. കാരണം അതിങ്ങനെ എയറിൽ നിർത്തി കഴിഞ്ഞാലല്ലേ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുള്ളൂ. എത്ര വിദഗ്ധമായിട്ടാണ് ഇവര് ഈ ഇലക്ഷനിൽ കാർഡിറക്കുന്നത് മനസ്സിലായത്. ഈ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ LDFന്റെ ഈ തന്ത്രങ്ങളിൽ നമ്മൾ നേതാക്കന്മാർ പോലും വീണു പോവാണ് UDFന്റെ. കാരണം മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഓരോരുത്തർ ചാനലുകാരും ഒന്നുകാണ്ട് മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഓരെന്താക്കും, മാങ്കൂട്ടത്തിനെ വിറ്റി സംസാരിക്കും. അപ്പോൾ ഓലും മറ്റ് വിഷയങ്ങൾ പറഞ്ഞാലും ഇവര് പിന്നെ ചാനലുകാരെ സംബന്ധിച്ചോളം ചാനലുകാർക്ക് ഭരണത്തിലിരിക്കുന്ന പാർട്ടിനോട് കുറച്ചൊരു കൂറുണ്ടാവും. കാരണം അതിൽ ഫണ്ടും കാര്യങ്ങളും മറ്റ് ഓൽക്കും ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് സാമ്പത്തികമാണുള്ളതൊക്കെ. സാമ്പത്തികം പ്രതിപക്ഷത്തിൽ ഏകദേശം 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഓൽക്ക് അവിടെ പോലത്തെ ഫണ്ട് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. ഓൽക്ക് തന്നെ നിലക്കുള്ള ഫണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ പാർട്ടികള് ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് എന്തുള്ളൂ, ഈ ഫണ്ടുകളും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. പിന്നെ അധികാരം മറ്റ് എല്ലാ മേഖലയിലും ഒരു സ്വാധീനം ഉണ്ടാവും. അതിന്റെ ഒരു പ്രതിഫലനം എല്ലായിടത്തും കാണും. അതങ്ങനെയാണല്ലോ, ഭരണത്തിൽ പാർട്ടിനോട് കുറച്ചൊരു അനുകമ്പ എല്ലാവർക്കും ഉണ്ടാവും. അതിന്റെ കാരണം അതാണ് മണി പവർ ഇതെല്ലാം ഓൽക്കുണ്ടായ. അപ്പോ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ എന്നൊക്കെ നമ്മളെപ്പോഴും പറയും. പ്രബുദ്ധതൊക്കെ പണ്ടേ ആ പ്രബുദ്ധതൊക്കെ പോയി. ഇപ്പൊ നമ്മക്കും അപ്പൊ ഇലക്ഷന്റെ 2 മാസം മുന്നേ വരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇലക്ഷന്റെ സമയത്ത് പെൻഷൻ കൊടുത്താൽ ആൾക്കാർ വോട്ട് ചെയ്യും. സ്ത്രീകൾക്ക് ആയപ്പോ കൊടുക്കാതെ പറയുന്നു, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാറ്. എന്നാലും വോട്ട് ചെയ്യാറില്ല, കാരണം പൈസ കിട്ടാത്തോണ്ട്. പൈസ കിട്ടുകയാണെങ്കിൽ പാവം നോക്കും.